വിജയന്റെ ഈ വീട്ടിലെ പരിശോധന സ്ഫോടനാത്മകമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും നഗരത്തിലെ CPM നേതാക്കളുമായുള്ള ധാരണയിൽ നേതാക്കളെ കണ്ണുമടച്ച് വിശ്വസിച്ച് DCPയും സംഘവും സുരക്ഷാ വിന്യാസം ചുരുക്കി. ഒടുവിൽ കാര്യങ്ങൾ കൈവിട്ടപ്പോൾ പോലീസ് കാഴ്ചക്കാരായി. അവർ വഞ്ചിക്കപ്പെട്ടു. CPMുകാർ തനിനിറം പുറത്തെടുത്തു. അപ്പോൾ പോലീസ് ഒന്നും ചെയ്യാൻ കഴിഞ്ഞതുമില്ല. രണ്ടാമത്തേത്, ED ഉദ്യോഗസ്ഥർ പരിശോധന കഴിഞ്ഞിറങ്ങുമ്പോൾ ഈ ആക്രമണം നടക്കുമെന്ന് ഇന്ന് ഈ നാടകങ്ങൾ കണ്ട ഒരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലായിട്ടുണ്ട്. അത്രമാത്രം അവർ അക്രമോത്സുകരായിട്ടാണ് പെരുമാറിയത്. അപ്പോൾ പോലീസിന് മാത്രം ഇത് മുന്നിൽ കണ്ട് സുരക്ഷ ഒരുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ വീഴ്ചയാണ്. മൂന്നാമത്തേത്, കൺമുന്നിൽ അക്രമം നടന്നപ്പോഴും പോലീസ് നിഷ്ക്രിയരായി. ചുടുകട്ട കൊണ്ട് കാറുകൾ ആക്രമിച്ച അക്രമികൾ കൈജാഗ്രതത്തിലുണ്ടായിട്ടും പിടികൂടിയില്ല. ഒടുവിൽ ഇവരെ അറസ്റ്റ് ചെയ്യാനും CPM നേതാക്കളുടെ കനിവ് കാത്ത് CPM ഓഫീസിന് മുന്നിൽ കാത്തു കിടന്ന് ദയനീയ സ്ഥിതിയാണ് നമ്മൾ കണ്ടത്. കാക്കി സേനയെ ഇന്നത്തെ ആ പോലീസ് സംഘം നാണം കെടുത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ ചെന്നിത്തല ഇതിനോട് പ്രതികരിച്ചിരുന്നു. എത്ര ഉന്നതനാണെങ്കിലും നിയമം കയ്യിലെടുക്കാൻ അനുവദിക്കുന്നതാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. കേരള പോലീസ് സമയോചിതമായി ഇടപെട്ടു എന്നാണ് പറയുന്നത്. സമയോചിതമായി ഇടപെട്ടതിന്റെ ബാക്കിയാണ് തമ്പാനൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ കിടക്കുന്ന ആ ടാക്സി വാഹനം. ഒന്ന് കണ്ടുവരാം പ്രതികരണം. ED മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്യുന്നെന്നോ വിശദമായ പരിശോധനകൾ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തുന്നുവെന്നോ ഒരു വിവരവും കേരള പോലീസിനെ ഉണ്ടായിരുന്നില്ല. എന്നാൽ റെയ്ഡ് തുടങ്ങിയ ശേഷം ഓരോ പിണറായിയിലും കോഴിക്കോടും ആളുകൾ തടിച്ചു കൂടുന്നത് കണ്ട് പോലീസ് ക്രമസമാധാനം നിലനിർത്തുക എന്നുള്ള ലക്ഷ്യത്തോടെ പോലീസ് അവിടെ സ്വമേധയാ എത്തുകയാണ് ഉണ്ടായത്. ഈ രണ്ട് സ്ഥലത്തും ഒരു പ്രശ്നങ്ങളുമില്ലാതെ ED ഉദ്യോഗസ്ഥന്മാർ പരിശോധന കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. എന്നാൽ തിരുവനന്തപുരത്ത് ആസൂത്രിതമായ ഒരു അക്രമമാണ് ഇവിടെ ഉണ്ടായത്. ഇവിടെ ബോധപൂർവമായി അക്രമം നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് CPMന്റെ പ്രവർത്തകന്മാർ പ്രവർത്തിച്ചത്. അക്രമം നടത്തിയ ആളുകളുടെ പേരിൽ കർശനമായ നടപടി ഉണ്ടാകും. പ്രതിഷേധിക്കുന്നതിനെതിരല്ല, പക്ഷെ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഇനിയും പ്രതികളെ പിടികൂടാറുണ്ട്. അവരെ പിടികൂടുക തന്നെ ചെയ്യും. പോലീസിന്റെ കുറ്റം കൊണ്ടല്ലാതെ ഉണ്ടായ ഒരു സംഭവമാണ് ഇതെല്ലാം. മുൻകൂട്ടി അറിയിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇന്റലിജൻസ് വിവരങ്ങൾ, രഹസ്യമായ വിവരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ശരിയായ അർത്ഥത്തിൽ പ്രതിരോധിക്കാൻ കഴിയുമായിരുന്നു. അതിൽ ഏറ്റവും മികച്ച കോമഡി ആരാണ് പറയുന്നത് സംബന്ധിച്ച് ജോയിയും രമേശ് ചെന്നിത്തലയും തമ്മിലൊരു മത്സരമാണ് ഈ സായന്തരം നമ്മൾ കാണുന്നത്.